എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം. എനിക്ക് സുഖമാണ്. കുറെ നാളായി നിങ്ങളെന്നെ കണ്ടിട്ട്. അപ്പൊ വീഡിയോ ഡിലേ ആയി പോകുന്നതിന് കാരണം എനിക്കറിയാം. എന്നാലും ഇന്ന് ഞാൻ എന്തായാലും എടുത്തേ പറ്റുമെന്ന് വിചാരിച്ച് എടുക്കുന്ന വീഡിയോ ആണ്. സോ എന്താന്നൊക്കെ ഉള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പൊ നമുക്കത് കാണാം മൊത്തത്തില്. അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും പെട്ട ചാനൽ ആദ്യം കാണുന്നെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഒന്ന് കുത്തിപ്പൊടിച്ച് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും തമിഴിൽ കണ്ടപ്പോ തന്നെ ഞാൻ എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും എനിക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഹോൾ വീഡിയോ ആണ്. നമ്മള് ഓൾറെഡി രണ്ട് വീഡിയോ എങ്ങാണ്ടോ ചെയ്തിട്ടുണ്ട്. സ്മിറ്റനിൽ നിന്ന് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്ന് റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചോദിച്ചേക്കാം. ആൻഡ് ആ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഹോൾ വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് ഇങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വേറെ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ അതിന്റെ റിസൾട്ട് എനിക്കും കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് സ്മിറ്റനിന്റെ 2000 സംതിങ് റുപ്പീസിനുള്ള പ്രോഡക്ട്സ് ആണ്. ഇതാണ് ഇങ്ങനെ ഒരു പാക്കേജിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ നമുക്ക് ഒരു കുട്ടി പാക്കേജിൽ 199 റുപ്പീസിനാണ് പ്രൊഡക്ട്സ് കിട്ടാറ്. ഇത് ₹1 പോലും കൊടുത്തില്ല ഗൈസ്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് അതിന്റെ സന്തോഷം മാറിയിട്ടില്ല. കുറെ നാളായി, എനിക്ക് തോന്നുന്നു ഒരു മാസമായി കാണും ഇത് വന്നിട്ട്. എന്നും വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഡിലേ ആയി പോവാണ്. കുറെ വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലാതുകൊണ്ട്. സോ യെസ്, അപ്പൊ ഇങ്ങനെ ഒരു പാക്കേജിലായിട്ടാ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം സെക്യൂർ ആയിട്ടാ വന്നിട്ടുണ്ടായിരുന്നു. അതില് മിക്ക പ്രോഡക്ട്സ് യൂസ് ചെയ്തു. 2 പ്രോഡക്റ്റ് എന്തോ എന്റെ ചേച്ചിയുടെ വീട്ടിൽ കിടക്കുവാണ്. ഞാൻ എടുത്തിട്ട് വരാൻ മറന്നു. പക്ഷെ ഇന്ന് തന്നെ എനിക്ക് വീഡിയോ ചെയ്യണമായിരുന്നു. സോ ഞാൻ ചെയ്യുവാണ്. അതിന്റെയൊക്കെ പിക്ക് ഞാൻ ഈ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തേക്കാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള പൗച്ചാണ് എനിക്ക് കാണിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടെ കണ്ടോക്കാൻ ഞാൻ ഒന്നും കൂടെ പറയാണ്. അപ്പൊ ഇതാണ് സ്മിറ്റനിന്ന് കിട്ടിയ ഒരു കുട്ടി പൗച്ച്. പക്ഷെ പിക്ചറിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് വേറെ മോഡലാണ്. ഞാൻ വിചാരിച്ചു ഇച്ചിരി നല്ല ബനിയൻ ടൈപ്പ് ആയിരിക്കും, എന്ന് വെച്ചാൽ പഞ്ഞി പോലെ ഇങ്ങനെ. പക്ഷെ അങ്ങനെയല്ല, ഇച്ചിരി റഫാണ്. എന്നാലും കുഴപ്പമില്ല, ക്യൂട്ടായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നാണ്. പിന്നെ ഉള്ളത് ഒരു മേക്കപ്പിന്റെ നേക്കഡ് ആൻഡ് റോ ബോഡി സ്ക്രബ് ആണ്. അപ്പൊ മേക്കപ്പിന്റെ ബോഡി സ്ക്രബ് ആണ്. ഇറ്റ്സ് ഗുഡ്, അടിപൊളിയാണ്. ഇതിന്റെ സ്മെല്ലും പൊളിയാണ്. നമുക്കറിയാം കോഫി ആയതുകൊണ്ട് തന്നെ കോഫിയുടെ മണമാണല്ലോ. നമ്മളിപ്പോ നോർമലി വീട്ടില് സ്ക്രബ് ഉണ്ടാക്കില്ലേ, സെയിം അതേ കണക്കാണ് ഇതും. റിസൾട്ട് അടിപൊളിയാണ്. നമുക്കറിയാം കോഫി പൗഡർ ഇട്ട് ഫേസ് വാഷ് ചെയ്താലും ബോഡി വാഷ് ചെയ്താലും ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് ആയാലും. സ്കിൻ നമ്മുടെ ഫേസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടിരിക്കും. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബാണ്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബ് തന്നെയായിരുന്നു. പക്ഷെ കുട്ടി കണ്ടെയ്നറിലായതുകൊണ്ട് എളുപ്പം തീരും. പക്ഷെ ഞാൻ ഇത് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. സോ കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ ഇതാണ് സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് പ്രോഡക്റ്റ് ഞാൻ കാലിയാക്കി വെച്ചേക്കുവാണ്. ഇതും എംകഫേന്റെ തന്നെയാണ്. ഇതില് വന്നിട്ടുണ്ടായിരുന്നത് സ്കാൽപ് സ്ക്രബ് ആണ് കേട്ടോ. ഹെയർ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ, ഡെഡ് സെൽസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഒരു കോമ്പിട്ട് നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് ഇത് അപ്ലൈ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട് വരുമ്പോ ഡാൻഡ്രഫ് റിമൂവ് ആയതുപോലെ നമുക്ക് ഫീൽ ആവും. പക്ഷെ നന്നായിട്ട് കെയർ ചെയ്യണം, എന്നാൽ മാത്രമേ തിരിച്ച് വരാണ്ടിരിക്കുള്ളൂ. ഞാൻ കെയർ ഒന്നും ചെയ്യില്ല ഗൈസ്. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പൊടിപൊടിയായിട്ട് ഇളകി വീഴുന്നത് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇത് തീർത്തിട്ടിട്ട്, കാരണം 2 വാഷിനെ ഇത് തികയുള്ളൂ നമ്മൾ പിശുക്കി ഉപയോഗിക്കണമെങ്കിൽ. അപ്പൊ ഈ ഒരു സ്കാൽപ് സ്ക്രബ് അതും എംകഫേന്റെ തന്നെയാണ്. പിന്നെ എംകഫേന്റെ തന്നെ ഒരു ഫേസ് വാഷ്, ഇതും ഞാൻ യൂസ് ചെയ്ത് നോക്കി. അടിപൊളിയാണ്. കാരണം നമ്മൾ കോഫിയുടെ എന്ത് ട്രൈ ചെയ്ത് നോക്കിയാലും ഫേസ് ഒരു ബ്രൈറ്റ് ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫേസ് വാഷ് ആണ് ഈ ഒരു എംകഫേന്റെ ഈ ഒരു ഫേസ് വാഷ്. എല്ലാം കുട്ടി പാക്കേജിലാണ്. നമുക്ക് 1, 2, 3
ഇപ്പൊ ഒരു 7 തവണയൊക്കെ ഉപയോഗിക്കാം, പക്ഷെ അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പിശിക്കാൽ മാത്രമാണ് അത്രയും ഡേയ്സ് നീണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു ഷാമ്പു ആണ്, ഒണിയൻ ഷാമ്പു ആണ്. അമേസിംഗ് ഗൈസ്, നന്നായിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്യും. ആൻഡ് മുടി വന്നിട്ട് ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ട് തോന്നില്ല, നന്നായിട്ട് ഒതുങ്ങി. ഇപ്പൊ നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കണമെന്നില്ല, ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി, സ്മൂത്ത് ആയിട്ട് അങ്ങ് കടന്നോളും, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അടിപൊളി ഷാമ്പു ആണ് ഇത്. ഖാദി ഹെർബൽ എന്ന് പറഞ്ഞിട്ടുള്ള റെഡ് ഒണിയൻ ഷാമ്പു ആണ് ഫോർ ഹെയർ ഫോൾ കൺട്രോൾ. അപ്പൊ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷാമ്പു ആണ്. കറക്റ്റ് ആണ്, നമ്മുടെ മുടി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഭയങ്കര ഫ്രിസി ആയിട്ടൊന്നും നിൽക്കില്ല, നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും. അപ്പൊ ഇതൊക്കെ വാഷ് ചെയ്ത വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഡിലീറ്റ് ആക്കി ഗൈസ്, അതുകൊണ്ട് ഇത് കാണിക്കാൻ ഒരു നിർവാഹമില്ല. പിന്നെ കെരാറ്റിൻ ഷാമ്പു എന്ന് പറഞ്ഞിട്ട് ഡെയിലി കെയർ ഒരു ഷാമ്പു. ഇതിന്റെ സ്മെൽ അമേസിംഗ് ആണ്. ആൻഡ് അതർവൈസ് ആ ഒരു ഒണിയൻ ഷാമ്പു വന്നിട്ട് അൺസഹിക്കബിൾ സ്മെല്ലാണ് ആ ഒണിയൻ ഷാമ്പുവിന്റെ എന്ന് പറയുന്നത്. പക്ഷെ ഇത് കിടുവാണ്, നല്ല സ്മെല്ലും ആണ്, നല്ല യൂസും ആണ്. അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു കെരാറ്റിൻ ഷാമ്പു ആണ് ഇത്. ഇതിന്റെ ബെനിഫിറ്റും അതൊക്കെ സെയിം സാധനം തന്നെയാണ് ഇതും. മുടി നല്ല സ്മൂത്ത് ആയിട്ട് വെക്കും. അപ്പൊ ഞാൻ സ്പീഡിൽ പോകുന്നത് സ്റ്റോറേജ് ഫുള്ളാണ്, അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, ഇന്ന് തന്നെ വീഡിയോ എടുക്കുകയും വേണം. അതുകൊണ്ടാണ് അപ്പൊ ഈ ഒരു കുട്ടി പാക്കേജിലുള്ള ഈ ഒരു ഷാമ്പു. ആൻഡ് പിന്നെ ഉള്ളത് ബോഡി ലവിങ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് ക്രീമാണ്. ഇതും കോഫിയുടെ തന്നെയാണ്. ഇതിന്റെ സ്മെല്ല് വന്നിട്ട് അടിപൊളിയാണ് ഗൈസ്, നല്ലൊരു മണമാണ്. നമ്മൾ കോഫി കുടിക്കുമ്പോ എന്താണോ സ്മെല്ല്, അതേ സെയിം സ്മെല്ലാണ്. ആൻഡ് നമ്മുടെ മൂഡ് ശരിയാക്കും. ആൻഡ് പ്ലം ബോഡി ലവിങ് ഫുഡ് ക്രീമാണ്. അടിപൊളി ക്രീമാണ്, നല്ല നമ്മുടെ ഫുഡിന് നല്ല ഞാനിപ്പോ മോയ്സ്ചറൈസർ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യും അതുപോലെയാണ് കാലിൽ അപ്ലൈ ചെയ്യണത്. നമ്മുടെ കാലിനെ നന്നായിട്ട് മോയ്സ്ചറാക്കി വെക്കണ ഒരു മോയ്സ്ചറൈസർ ക്രീം പോലെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യാറ്. സോ യെസ്, അപ്പോ ഇതിന്റെയൊക്കെ റിവ്യൂ വേണമെങ്കിൽ ചോദിച്ചേക്കാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണതായിരിക്കും. സോ യെസ്, അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി പാക്കേജ് ആണ്, നല്ല സ്മെല്ലാണ് ഗൈസ്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേസ് വാഷ് ആണ്. ലൈക്ക് ഇപ്പൊ ഒരു ഫേസ് മാസ്ക് പോലെ അപ്ലൈ ചെയ്യാം, അല്ലാതെ തന്നെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഫേസ് വാഷ് ചെയ്ത് കളയാം. അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റോസിന്റെ ഒരു ഫേസ് വാഷ് ആണ്. റിയൽ റോസ് പൗഡർ വെച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ആൻഡ് ഇതിന്റെ സ്മെല്ല് വന്നിട്ട് അടിപൊളിയാണ്, തനി റോസാപ്പൂവിന്റെ മണമാണ്. ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്, ഇതുവരെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് എമൗണ്ട് മാത്രമേ എടുക്കുള്ളൂ. എന്നിട്ട് ഫേസിൽ നല്ലോണം റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ടോണറില്ലേ അത് ഇച്ചിരി സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആണ്. ഫേസ് നല്ലതായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കും. സോ നല്ലൊരു ഫേസ് വാഷ് ആണ്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ കണ്ടെയ്നറുകളാണ് കേട്ടോ. ഈ കണ്ടെയ്നറുകൾ നമുക്കാണെങ്കിൽ ചീത്തയായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ യെസ്, അങ്ങനെ ഒരു സംഭവം അത് ഇതിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സെക്യൂർ ആയിട്ടാണ് എല്ലാ പാക്കേജിങ്ങും വന്നിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തപ്പോഴാണ് എല്ലാം ഇങ്ങോട്ടേക്ക് പോയി. പിന്നെ ഒരു അലോവേര ജെൽ, ഇത് ഞാൻ ഇപ്പോഴും പൊട്ടിച്ചിട്ടില്ല, കാരണം എന്റെ ഒരു ജെല്ലുണ്ട്, അത് തീർന്നിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പൊ അലോവേര ജെൽ സൂത്തനിങ് ആൻഡ് മോയ്സ്ചറൈസിങ് 99% പ്യുവർ അലോവേര എന്ന് പറഞ്ഞിട്ടുള്ള, പാരബൻ ഫ്രീ ആണ് ആൻഡ് സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു അലോവേര ജെല്ലാണ്. ഇതിന്റെ ഷേപ്പ് തന്നെ കറ്റാർവാഴ പോലെയാണ്. ഇത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ മേടിച്ചതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് എനിക്ക് ഇതിൽ കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഡോട്ടാൻകിയുടെ. എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇത്. ഡോട്ടാൻകിയുടെ സ്കിൻ കെയർ മോയ്സ്ചറൈസർ ആണ്. ബ്രൈറ്റ് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യണ ഒരു മോയ്സ്ചറൈസർ ആണ്. കറക്റ്റ് ആണ്, കാരണം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുട്ടി, അതുപോലെ യെല്ലോ കളർ ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി. കണ്ട, ഇങ്ങനെ ഒരു കുട്ടി ഭരണി പോലെയാണ് ഉള്ളത്, നല്ല ഭംഗിയില്ല കാണാൻ, ഒരു തൊപ്പിക്കുട്ടൻ. യെസ്, ഡോട്ടാൻകിയുടെ ഈ ഒരു കുട്ടി പാക്കേജ്. അപ്പൊ ഞാനിത് കുറെ ദിവസമായിട്ട് പിശുക്കി ഉപയോഗിക്കണതാണ്. വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അടിപൊളി റിസൾട്ട് ആണ്. ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കി വെക്കും. അത് വൈകുന്നേരം വരെ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഫേസ് ഉണ്ടാവും, ഡാർക്ക് ആവില്ല. പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ
ഒരു ടിഷ്യൂ ഒക്കെ വെച്ച് ഒപ്പിക്കൊടുത്താൽ മാത്രം മതി. അയ്യോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പൊ ഈ ഒരു കൊച്ചു തൊപ്പിയാണ്. ആൻഡ് ഇങ്ങനെ ക്യൂട്ടായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ അകത്തുള്ളത് നിങ്ങക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ അമ്മാതിരി യൂസ് ചെയ്തിട്ടുണ്ട്, തീരാറായി ഗൈസ്. അപ്പൊ ഇതിന്റെ സ്മെല്ല് വന്നിട്ട് നല്ലൊരു ഓറഞ്ച് സ്മെല്ലാണ്. ആൻഡ് അമേസിംഗ് ഗൈസ്. ഇത് വന്നിട്ട് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ഈ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇത് 50 ml ആണ് കേട്ടോ, 50 ml ആണ്. സോ അപ്പൊ ഇത്രേ ഉള്ളൂ. ആൻഡ് ഈ ഒരു ലിപ് സ്ക്രബും ലിപ് ബാമും ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടെ ഉണ്ട്. അതിന്റെ 3ന്റെ പിക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം, കാരണം 3 സംഭവങ്ങളും എന്റെ കയ്യിൽ ഇല്ല, അങ്ങ് വീട്ടിലാണ് ഉള്ളത്. സോ അപ്പൊ ഞാൻ അതിന്റെ ഒക്കെ പിക്ക് കൊടുത്തേക്കാം. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇതിലാട്ടോ. അപ്പൊ ഹെയറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് മൊത്തം വന്നത് ഈ ഒരു ചെറിയൊരു കിഴിക്കെട്ടിന്റെ ഉള്ളിൽ ആക്കി സെക്യൂർ ആക്കിയാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാം സ്മിട്ടൺ എന്ന് വരുന്ന എല്ലാം മറ്റേ ഈ വല പോലത്തെ ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് എല്ലാം സെക്യൂർ ആക്കി വരുന്നത്. സോ ഒന്നും ഡാമേജ് അല്ലായിരുന്നു, നല്ല ക്ലിയർ ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയായിരുന്നു. പക്ക അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് റിസൾട്ട് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. പക്ഷെ ലിപ് ബാം മാത്രം എനിക്ക് അത്ര ഇഷ്ടമായില്ല. ലിപ് സ്ക്രബ് ഞാൻ യൂസ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്, നല്ലൊരു സ്ക്രബാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴത്തെ എവിടെയെങ്കിലും പിക്ക് കൊടുത്തേക്കാം. നന്നായിട്ട് നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്ത് നോക്കി. ആൻഡ് അത് വന്നിട്ട് നമ്മളിപ്പോ പഞ്ചസാരൊക്കെ യൂസ് ചെയ്ത ഒരു ലിപ് സ്ക്രബ് ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ അതിന്റെ ടേസ്റ്റ് വന്നിട്ട് എന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ നമുക്ക് പറ്റുമല്ലോ, അപ്പോഴത്തേനും ചെറിയൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. ആൻഡ് പിന്നെന്താ പറയാ, നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് വന്നിട്ട് ഒരു റെഡ് കളറാണ്, ലൈക്ക് ഫ്ലൂറസെന്റ് പോലത്തെ. പക്ഷെ നന്നായിട്ട് എന്താ പറയാ, നല്ല ഇപ്പൊ നമ്മളിപ്പോ ചില വീഡിയോ മേക്കപ്പ് ലുക്ക് ഒക്കെ കാണില്ലേ, അപ്പൊ അതിലുള്ള പോലത്തെ നല്ലൊരു റെഡ് കളറാണ്. ആൻഡ് അത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും, കാരണം എനിക്ക് യൂസ് ചെയ്യാനായിട്ട് അത്ര, ഞാൻ എപ്പോഴും പിങ്കിന്റെ ആളാണ്. അപ്പൊ എനിക്ക് റെഡ് ഇട്ടാൽ ചേരും, പക്ഷെ ഡെയിലി യൂസിന് അത് അത്ര നല്ലതല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അത്രയുള്ളൂ. പിന്നെ ഉള്ളത് അതിന്റെ സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. അതിന്റെ ലിപ് ബാം വന്നിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ലിപ് ബാം എനിക്ക് എപ്പോഴും ബാദിയുടെ ലിച്ചി ഫ്ലേവറിലുള്ള ആ ഒരു ലിപ് ബാം മാത്രമാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അത് കാരണം അത് നല്ലൊരു സ്മെല്ലുമാണ്. ആൻഡ് നന്നായിട്ട് അത്യാവശ്യം മോയ്സ്ചറാക്കി വെക്കും നമ്മുടെ ലിപ്സ്. പക്ഷെ ഇത് വന്നിട്ട് ഒരു ഗോൾഗറ്റിന്റെ സ്മെല്ലാണ്, അത്ര എനിക്ക് ഇഷ്ടമായില്ല. സോ അത്രയല്ലോ. അപ്പൊ ഇത്രയാണ് പ്രോഡക്ട്സ്. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തൊരു കണ്ടു നോക്കാം. കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് പ്രോഡക്ട്സ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും ഗൈസ്. എനിക്ക് നല്ല സന്തോഷമായിരുന്നു, കാരണം 1 രൂപ പോലും കൊടുക്കാണ്ട് ഇത്രയും പ്രോഡക്ട്സ് കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. സോ നിങ്ങളെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ പ്രോഡക്ട്സ് മേടിക്കാവുന്നതാണ്. സോ ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കെയർ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് നിങ്ങൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളും ഇതുപോലെ ഫ്രീ പ്രോഡക്ട്സ് മേടിക്കാം. അത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ, see you.